എന്താണ് നെന്മാറയിൽ സംഭവിച്ചത് എന്ന് കൃത്യമായി തന്നെ ഇന്ന് പാലക്കാടുള്ള പോലീസ് മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു. നെന്മാറ ഇരട്ട കൊലപാതകം പ്രതി ചെന്താമര ആസൂത്രിതമായി നടപ്പാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലപ്പെട്ട സുധാകരനും കുടുംബവുമാണ് തന്റെ വീട്ടിലെ പ്രശ്നത്തിന് കാരണമെന്ന് ചെന്താമര വിശ്വസിച്ചു. 2019 മുതലുള്ള വൈരാഗ്യം കൊലപാതകത്തിന് കാരണമായെന്നും പാലക്കാട് SP അജിത് കുമാർ വിശദീകരിച്ചു. ഇയാളുടെ നേച്ചർ പറഞ്ഞാൽ ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ്. ഒരു കടുവയെ പോലെയാണ് താനെന്ന് ചെന്താമര കരുതിയിരുന്നത്. ഇരകളെ വേട്ടയാടി കൊല്ലുന്ന കടുവ. സ്വന്തം കുടുംബത്തിലെ പ്രശ്നത്തിന് കാരണം അയൽക്കാരനാണെന്ന അബദ്ധ ചിന്തയാണ് സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും ജീവൻ ചെന്താമര എടുക്കാൻ കാരണം. ആസൂത്രിതമായാണ് ഇയാൾ ഈ കൊലപാതകം നടപ്പാക്കിയത്. ഇതിനായി ആയുധം നേരത്തെ തന്നെ കയ്യിൽ കരുതിയിരുന്നു. ഒരു മാസമായി ഇയാൾ വീട്ടിലേക്ക് വന്നും പോയുമിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പ്ലാൻഡ് മർഡർ തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെപ്പൺസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു. പിന്നെ സ്വന്തം അതിൻ്റെ ഹാൻഡിൽ എല്ലാം ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു. ചെന്താമര പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പോലീസ് വിശ്വസിച്ചിട്ടില്ല. പലതും അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ളതാണ്. വീട്ടിൽ വച്ച് വിഷക്കുപ്പി കഴിച്ചെന്നും ഏറ്റില്ലെന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ വൈദ്യപരിശോധനയിൽ വിഷം കഴിച്ചിട്ടില്ലെന്ന് വ്യക്തമായി. സുധാകരനുമായി തലേ ദിവസം വരെ പ്രശ്നമുണ്ടായെന്നും തന്നെ ആക്രമിച്ചെന്നുമാണ് ചെന്താമരയുടെ മൊഴി. ഇതും വഴിതെറ്റിക്കാനുള്ള ശ്രമമായാണ് പോലീസ് കണക്കാക്കുന്നത്. രണ്ടും ഫാമിലി തമ്മിൽ ഒരു പരസ്പരം വൈരാഗ്യമാണ്. ഇയാളുടെ ഭാര്യ ഇയാൾക്കാണ് വിട്ടുപോയത്. ബിലീവ് ഈസ് ദാറ്റ് his wife has left him because of the other family. ആ ഒരു എൻമിറ്റിയുടെ ആംഗിളാണ് ഇയാൾക്ക് ഉള്ളത്. ഭാര്യയെയും മകളെയും മരുമകനെയും കൊല്ലാൻ ചെന്താമര പദ്ധതിയിട്ടിരുന്നതായാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. കൊലപാതക ശേഷം ചെന്താമര നേരെ പോയത് വനമേഖലയിലേക്ക്. പിന്നീട് വിശന്നപ്പോൾ താഴേക്കിറങ്ങി. വീടിനടുത്തെ പാടത്തു വച്ചാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.